ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു പാച്ചസ് ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാം. ഇവിടെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും നമ്മുടെ സ്കിന്ന് ഈ മൂക്കിൻ്റെ ഈ ഒരു ഭാഗം അതുപോലെ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ പാച്ചസ് വന്നിട്ട് സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് പോകുന്നത്. എൻ്റെ സ്കിന്ന് ഓയിലിയാണ്, പക്ഷെ എന്നാലും ഞാൻ ഒരു +2 ഒക്കെ ചെയ്യുന്ന ഒരു ടൈമിൽ എനിക്കിത് ഇവിടെ നിന്നൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ പാച്ചായിട്ട് വന്നില്ലെങ്കിൽ പോലും നോർമലി ഇങ്ങനെ പീൽ ചെയ്ത് പോവാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചെയ്യണ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് അവിടെ ഇങ്ങനെ തൊട്ട് കൊടുക്കും കേട്ടോ. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ ടൈമിൽ ഞാൻ നമ്മുടെ ലിപ് ബാം കയ്യിലുണ്ടെങ്കിൽ ലിപ് ബാം ഇങ്ങനെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒരിച്ചു കൊടുക്കുക, അത്രേ ചെയ്യുള്ളായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ആ പരിപാടികളൊക്കെ എല്ലാം നിർത്തിയത് കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കതെങ്ങനെ ഒന്ന് മാറ്റാം, അതിന് പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നായിട്ട് പോലെ അങ്ങനെ വന്നപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്ക് അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റിയ നല്ലൊരു DIY പാക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലിലോട്ട് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. എൻ്റെ ചാനൽ കണ്ട് അതിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് നല്ല തേനാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ തേൻ കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഇത്തിരി തിക്കായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ നെയ്യ് എന്ന വയലായിരുന്നു തേനുമായിട്ട് ആ വെളിച്ചെണ്ണ ചേർന്ന് കഴിയുമ്പോൾ കുറച്ചൊന്ന് തിക്കാവും. എന്നിട്ട് നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു മിക്സിൽ നന്നായിട്ട് എൻ്റെ വിരലൊന്ന് ടിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ പിമ്പിൾസ് എണ്ണ തട്ടിയ പിമ്പിൾസ് വരില്ല ചിലർക്ക്, അങ്ങനെയുള്ളവരൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വെളിച്ചെണ്ണക്ക് പകരം വേറെ എന്തെങ്കിലും ഓയിൽ യൂസ് ആക്കുക. നിങ്ങൾ എന്തെങ്കിലും ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മൂക്കിൻ്റെ ഒരു ഭാഗം. ഇതിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ നമ്മൾ. അതുപോലെ തന്നെ ഞാൻ കണ്ണിൻ്റെ താഴെയും ഇതേപോലെ തന്നെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നെറ്റിയിലിടുന്നില്ല. എനിക്ക് നെറ്റിയിലില്ലേ, അതായത് നമ്മൾ തലേന്ന് നമ്മുടെ ഹെയറിൽ എണ്ണ വെക്കത്തില്ല, എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണ വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ എനിക്ക് അപ്പം തന്നെ നെറ്റിയിൽ പിമ്പിൾ വരും. പിന്നെ താഴം വരുമ്പോഴും ചെറിയ പിമ്പിൾ വരും. ഇപ്പോൾ ഓൾറെഡി എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കുഞ്ഞു പിമ്പിൾ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്തപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എണ്ണ കളഞ്ഞില്ല, അതിൻ്റെയാണ് പിന്നെ വന്നേക്കണത്. പിന്നെ ചെറുതായിട്ട് ഇപ്പോൾ താരനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റിയുടെ അങ്ങോട്ട് ഞാൻ ഓയിൽ അടുപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിയിലൊന്നും ഇടരുത്. നിങ്ങൾക്ക് എണ്ണ പിടിക്കത്തില്ല, കുരു വരുവാണെങ്കിൽ ഇടരുത്. പിന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ഓയിൽ ഇതേപോലത്തെ ചെറിയ ബോട്ടിലാക്കുവാണ്. ഇതാകുമ്പോൾ ആ റോളർ ഉള്ളതുകൊണ്ട് നമ്മുടെ ആ ഒരു പാച്ചസ് ഉള്ള ഭാഗത്ത് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. എനിക്ക് ഇതാണ് ഇഷ്ടം. ഞാൻ നേരത്തെ നെയിൽ ഗ്രോത്തിൻ്റെ ഓയിൽ ഇതേപോലത്തെ ചെറിയ ബോട്ടിലാണ് വെച്ചത്. പിന്നെ അതൊരു 3 ദിവസമൊക്കെ വരെ ഈ ഒരു ബോട്ടിൽ വെക്കാൻ പാടുള്ളൂ. ഫ്രിഡ്ജിലാണെങ്കിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു 3 ദിവസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്യാം കേട്ടോ. 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ഫ്രിഡ്ജിലാണെങ്കിലും വെച്ച് ഉപയോഗിക്കരുത്. പിന്നെ നമുക്ക് വേണ്ട അനുസരിച്ച് ഒരു 2-3 ദിവസത്തേക്ക് നമുക്ക് എന്തായാലും സ്റ്റോർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തേനാണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണത്. പക്ഷേ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ നിങ്ങളുടെ ഫേസിലിട്ട പിമ്പിൾ വരുമെന്നാണെങ്കിൽ ഉപയോഗിക്കുക ചെയ്യരുത് കേട്ടോ. അതെന്തായാലും നിങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു 10 മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്തായാലും വാഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓയിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വിടുക. എന്നിട്ടൊരു കോട്ടൺ പാഡ് വെച്ച് വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഇനി അങ്ങനെ തന്നെ കിടന്നുറങ്ങാൻ പാടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ അത് ഇഷ്ടോട്ടോ. കാരണം എന്താണെന്ന് തേനുള്ളതുകൊണ്ട് ഉറുമ്പ് വരുമോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് രാവിലെ ഇത് യൂസ് ആക്കാം. രാവിലെ നമ്മൾ നോർമലി ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യില്ലേ, അതിന് മുന്നേ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഓയിലിട്ട് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞിട്ട് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നല്ല റിസൾട്ടാണ്. ഇങ്ങനത്തെ പാച്ചസും മുരിച്ചിലൊക്കെ ഉള്ളവർക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടേക്ക് കെയർ, ബൈ, ടാറ്റാ.